ട്രേഡിംഗിൽ നിങ്ങളുടെ അക്കൗണ്ട് തന്നെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരൊറ്റ മിസ്റ്റേക്ക് ഉണ്ട്. അതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? 90% ട്രേഡർമാരും ഒരുപക്ഷെ നിങ്ങളും ഇത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്താണ് ആ തെറ്റ്? വാ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു നിമിഷം. നമുക്ക് സത്യസന്ധമായിട്ടൊന്ന് ചിന്തിക്കാം. മാർക്കറ്റ് താഴേക്ക് വരുന്നു. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാൻ പോകുകയാണ്. ആ ചുവന്ന വര തൊടാറായി. ആ ഒരു നിമിഷത്തിൽ, ആ ഒരു പാനിക് മൊമെന്റിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആ സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടി താഴേക്ക് നീക്കി വെച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളുടെ തലയ്ക്കകത്തൊരു സംസാരം തുടങ്ങും അല്ലേ? അയ്യോ ഇപ്പോൾ ഹിറ്റാവുമല്ലോ, സാരമല്ലോ, ഒന്നുകൂടെ താഴോട്ട് വയ്ക്കാം, ഇതെന്തായാലും തിരിച്ചു കയറും ഉറപ്പാണ്. നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. 90% ട്രേഡർമാരും ഈ കെണിയിൽ വീഴുന്നവരാണ്. പക്ഷെ ഒരു നല്ല കാര്യമുണ്ട്. ഇന്ന് നമ്മളിത് എന്നേക്കുമായി പരിഹരിക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ചെറിയ നഷ്ടം നമ്മുടെ കൈ വിട്ടുപോയി ഒരു വലിയ നഷ്ടമായി മാറുന്നത്? നമുക്കൊരു ഉദാഹരണം നോക്കാം. വെറും കണക്കല്ല, ഇത് ശരിക്കും സംഭവിക്കുന്നതാണ്. എങ്ങനെയാണ് പ്ലാൻ ചെയ്ത 2 രൂപയുടെ റിസ്ക് പേടി കാരണം 8 രൂപയുടെ നഷ്ടമായി മാറിയതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണാം. ശരി, ഇതൊന്ന് നോക്കൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രേഡ് പ്ലാൻ. എൻട്രി 100 രൂപ, സ്റ്റോപ്പ് ലോസ് 98 രൂപ. അപ്പം നമ്മുടെ പ്ലാൻ അനുസരിച്ചുള്ള റിസ്ക് എത്രയാ? വെറും 2 രൂപ. വളരെ ക്ലിയർ അല്ലേ? ഒരു കോംപ്ലിക്കേഷനുമില്ല. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് വരാൻ തുടങ്ങി. പ്രൈസ് 98 രൂപ 30 പൈസയായി, പിന്നെ 98 രൂപ 20 പൈസ. ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാൻ ഇനി വെറും നിമിഷങ്ങൾ മാത്രം ബാക്കി. ആ ഒരു പാനിക് നിമിഷത്തിൽ നമ്മുടെ ലോജിക്കെല്ലാം പോകും. പിന്നെ വികാരങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രേഡർ ആ നിർണായകമായ തെറ്റ് ചെയ്തു. 98-ലുണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസ് ഒരു ചെറിയ പ്രതീക്ഷയിൽ 96-ലേക്ക് മാറ്റി. ഇവിടെയാണ് കളി മൊത്തം മാറുന്നത്. ആ ഒരൊറ്റ ക്ലിക്കിൽ, ആ ഒരൊറ്റ തീരുമാനത്തിൽ ട്രേഡിന്റെ റിസ്ക് നേരെ ഇരട്ടിയായി. 2 രൂപ നഷ്ടം സഹിക്കാൻ തയ്യാറായി വന്നാൽ ഇപ്പോൾ 4 രൂപയാണ് പണയം വെച്ചിരിക്കുന്നത്. പക്ഷേ മാർക്കറ്റിന് നമ്മുടെ പ്രതീക്ഷകളെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ. അത് വീണ്ടും താഴേക്ക് തന്നെ പോയി. അവസാനം ഗതികെട്ട് നമ്മുടെ ട്രേഡർ 92 രൂപയ്ക്ക് ആ ട്രേഡ് ക്ലോസ് ചെയ്തു. അപ്പോൾ എന്താണ് അവസാനം സംഭവിച്ചത്? പ്ലാൻ ചെയ്തത് വെറും 2 രൂപയുടെ ചെറിയൊരു നഷ്ടം. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചതോ 8 രൂപയുടെ വലിയൊരു നഷ്ടം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അവസാനം സംഭവിച്ച നഷ്ടം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതിൻ്റെ 4 ഇരട്ടിയായിരുന്നു. ഓർക്കുക, ഇത് മാർക്കറ്റിന്റെ കുഴപ്പം കൊണ്ടല്ല, ഇത് ഒരൊറ്റ മോശം തീരുമാനം കൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എന്തിനാ നമ്മളിങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ സ്ട്രാറ്റജി തെറ്റായതുകൊണ്ടാണോ? അല്ല. ഈ ഒരു തെറ്റിന് കാരണം ടെക്നിക്കലല്ല, അത് 100% ഇമോഷണലാണ്, നമ്മുടെ വികാരങ്ങളാണ്. അപ്പോൾ നമ്മുടെ ട്രേഡിങ്ങിനെ നശിപ്പിക്കാൻ വരുന്ന 3 പ്രധാന വില്ലന്മാരുണ്ട്. ആരൊക്കെയാണെന്നറിയോ? ഭയം, പ്രതീക്ഷ, പിന്നെ അഹംഭാവം. ആദ്യം തന്നെ ഭയം. ഒരു ചെറിയ നഷ്ടം അംഗീകരിക്കാനുള്ള പേടി. എനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാനുള്ള മടി. ഈ ഭയം കാരണം നമ്മൾ സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കും, ഇതൊരു ചെറിയ വീഴ്ചയല്ലേ, ഇതെന്തായാലും തിരിച്ചു കയറും എന്ന്. അടുത്ത വില്ലനാണ് പ്രതീക്ഷ. ട്രേഡിംഗിലെ ഏറ്റവും അപകടം പിടിച്ച വാക്കുകളിലൊന്നാണ് ഈ പ്രതീക്ഷ. ഇനി ഇത് തിരിച്ചു കയറിയേ പറ്റൂ എന്ന ഒരൊറ്റ ചിന്ത നമ്മളെക്കൊണ്ട് നഷ്ടത്തിലുള്ള ട്രേഡ് ഒരുപാട് നേരം ഹോൾഡ് ചെയ്യിപ്പിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോ, പ്രതീക്ഷ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയേ അല്ല. അവസാനമായി നമ്മുടെ ഈഗോ. എന്റെ അനാലിസിസ് എങ്ങനെ തെറ്റാനാ, എനിക്കിതറിയാം എന്ന് പറയുന്ന ആ ഒരു അഹംഭാവം. എനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാൻ ഈഗോ നമ്മളെ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങും. ആ യുദ്ധത്തിൽ ആരാണ് എപ്പോഴും ജയിക്കുന്നത്? മാർക്കറ്റ്, എപ്പോഴും. അപ്പോൾ പ്രൊഫഷണൽ ട്രേഡേഴ്സ്മാർ എന്തു ചെയ്യുന്നു? അവർക്ക് എന്തെങ്കിലും രഹസ്യ നിയമങ്ങളുണ്ടോ? ഉണ്ട്. വളരെ സിമ്പിളായ, പക്ഷെ അവരൊരിക്കലും തെറ്റിക്കാത്ത ഒരൊറ്റ നിയമം. ഒരു പ്രൊഫഷണൽ ട്രേഡർക്ക് മുന്നിലെ 2 ഓപ്ഷനുകളേ ഉള്ളൂ. ഒന്ന്, പ്ലാൻ ചെയ്ത ആ ചെറിയ നഷ്ടം ധൈര്യത്തോടെ അങ്ങ് സ്വീകരിക്കും. അല്ലെങ്കിൽ 2, ട്രേഡ് ലാഭത്തിലായി കഴിഞ്ഞാൽ ആ ലാഭം സംരക്ഷിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ലോസ് മുന്നോട്ട് കൊണ്ടുപോകും. റിസ്ക് കൂട്ടുന്ന പരിപാടി അവർക്കില്ല, ഒരിക്കലും. ഓക്കെ, അപ്പോൾ ഈ തെറ്റൊഴിവാക്കാൻ നിങ്ങൾക്ക് ഉടൻ തന്നെ തുടങ്ങാൻ പറ്റുന്ന 3 നിയമങ്ങൾ. 1, ശരിയായ പൊസിഷൻ സൈസ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നൊരു നഷ്ടമാണെങ്കിൽ അത് പേടിച്ച് സ്റ്റോപ്പ് ലോസ് മാറ്റാൻ തോന്നില്ല. 2, ട്രേഡിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ചാർട്ട് നോക്കിയിരിക്കുന്നത് നിർത്തുക. അത് നിങ്ങളുടെ ഇമോഷൻസിനെ കൂട്ടുകയുള്ളൂ. 3, ഇതാണ് ഏറ്റവും പ്രധാനം. ട്രേഡ് എടുക്കുന്നതിന് മുൻപ് തന്നെ ആ നഷ്ടം നിങ്ങൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുക. അത് സംഭവിച്ചാൽ ഓക്കെ എന്ന് ആദ്യമേ തീരുമാനിക്കുക. ഇനി നിങ്ങളൊന്ന് സത്യസന്ധമായി പറയണം. ഇതിനു മുൻപ് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ നീക്കി വെച്ചിട്ടുണ്ടോ? താഴെ കമന്റ് ബോക്സിൽ ഒരു യെസ് അല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങളുടെ അനുഭവം എന്താണെന്നറിയാൻ എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട്. ഈ ഒരു വാചകം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വെക്കുക. ചെറിയ നഷ്ടങ്ങൾ ഒരു പ്രൊഫഷണൽ ട്രേഡറുടെ അടയാളമാണ്. വലിയ നഷ്ടങ്ങളോ?
അതൊരു ഇമോഷണൽ ട്രേഡറുടെ അടയാളമാണ്. നിങ്ങൾ ഏതാകാനാണ് ആഗ്രഹിക്കുന്നത്? കാരണം അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ട്രേഡിംഗിലെ വിജയരഹസ്യം ഏതെങ്കിലും ഒരു സൂപ്പർ സ്ട്രാറ്റജിയല്ല, അത് അച്ചടക്കമാണ്. നമ്മുടെ കയ്യിലുള്ള പണം, നമ്മുടെ ക്യാപിറ്റൽ സംരക്ഷിക്കുക എന്നതാണ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരേയൊരു വഴി. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളുടെ പണം സംരക്ഷിക്കാൻ ഇന്നു മുതൽ നിങ്ങൾ പാലിക്കാൻ പോകുന്ന ആ ഒരൊറ്റ നിയമം എന്തായിരിക്കും? അതിനെപ്പറ്റി ചിന്തിക്കുക. നാളെ മുതൽ അത് പ്രാവർത്തികമാക്കുക. കാരണം നിങ്ങളുടെ ട്രേഡിംഗ് ജീവിതം തന്നെ ഒരുപക്ഷേ അതിനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്.